ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വാരണാസിയിലാണ്. ഏകദേശം ഒരു 5-6 ദിവസമായിട്ട് വാരണാസിയിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്യാരത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് സർവീസ് ചെയ്ത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ മാറ്റി. പിന്നെ ഇവരുടെ സൈക്കിളുണ്ട്. ഹായ് ബ്രോ, ആളുടെ സൈക്കിളാണ് ഇത്. അപ്പോൾ ഇവർ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവരോട് യാത്ര ഉണ്ട്. ഇവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത്ര ദിവസമായിട്ട് നോക്കിയത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണേ. കാരണം ഇവർ ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങൾ ആളുടെ ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. മഹി സോളോ റൈഡർ, മെഹബൂബ് നഗർ, തെലങ്കാന, 12th ജ്യോതിർലിംഗ്സ്, 4 ഡാംസ്, സേവ് വാട്ടർ ആൻഡ് സേവ് ട്രീ, പൊല്യൂഷൻ കാ സൊല്യൂഷൻ. ആളെ ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങളൊക്കെ ഉണ്ടാ. അപ്പം എന്തായാലും ആളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെക്കാൾ ഒരുപാട് അത്യാവശ്യം വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്ക്. അപ്പം നമ്മൾ ഇന്ന് ഇവരോടൊക്കെ യാത്ര കണ്ടിട്ടാണ്. ഏകദേശം 6 ദിവസമായി നമ്മൾ വാരണാസിയിലിട്ടാ. കാരണം നമ്മൾ ഇന്നത്തെ ഫുള്ള് ചിലവ് കാര്യങ്ങളൊക്കെ നോക്കിയത് വരാണ്ട. ആള് മോട്ടിവേഷൻ കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഇവർ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് യാത്രയാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ യാത്രയുടെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന്. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് യാത്ര തന്നെയാണ്. യാത്രയുള്ള കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതൊക്കെ കേട്ടാ. ഞങ്ങൾ ജസ്റ്റ് ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ഇറങ്ങണേ കേട്ടാ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഒരാളും കൂടി ഉണ്ട് കേട്ടോ, ആള് കിടന്നുറങ്ങണേ. പിന്നെ അതല്ലാണ്ട് ഇവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ട ആളുണ്ട്. ഇവരുടെയൊക്കെ ഫ്രണ്ടാണ്. അപ്പോൾ ആള് ഇവിടെ ഏകദേശം 2 വർഷമായിട്ട് സെറ്റിൽഡാണ് കേട്ടോ. അപ്പോൾ പുള്ളീനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ ഇന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. കാരണം നമ്മൾ നേരത്തെ പോകട്ടെ ഇവിടുന്ന്. പിന്നെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ എന്തായാലും ഒന്ന് കാണും. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് അടുത്തേക്ക് കടക്കാട്ടാ. നമ്മൾ ഇന്നും 3ാമത്തെ ദിവസമുള്ളത്. നമ്മൾ വാരണാസിയിൽ തന്നെ ഉണ്ടാകും. ഇവിടെ പോയിട്ടില്ല. ഇന്നും കൂടെ സ്റ്റേ ചെയ്യലാന്ന് വെച്ച് നമ്മൾ ഇന്നലെ കണ്ടില്ലേ സൈക്കിൾ വന്നവർ. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഉണ്ട് ഇന്ന് നമ്മൾ സ്റ്റേ കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കണം. കാരണം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കാനുണ്ട്, പിന്നെ ഒന്ന് കുളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കണ്ടില്ലേ ബാത്റൂമാണ്. അത് എല്ലാവരും 10 രൂപ കേട്ടോ ഒരാൾക്ക്. ഓക്കെ, ഞാൻ അർജൻറ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അവന്മാരുടെ റൂമിൽ പോയതിന് 10 രൂപ വെച്ചാണ് കേട്ടോ എല്ലാവർക്കും. ഘാട്ടിൻ്റെ പേര് ദശശ്വമേത് ഘാട്ട് എന്നാണ്. എനിക്ക് ഈ പേരിടക്ക് കിട്ടൂല, അതുകൊണ്ടാണ്. പിന്നെ രാവിലത്തെ കാഴ്ചയാണ്. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ടെൻറ്റ് അടിച്ചെന്ന് പറഞ്ഞില്ലേ, അവിടെ ഫ്രീ ആണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ടെൻറ്റ് അടിച്ചെന്നല്ല, ഒരു ടെൻറ്റിൽ കിടന്നില്ലേ അവിടെ ഫ്രീ ആണ്. നമ്മുടെ ആധാർ കാർഡ് മാത്രം കാണിച്ചാൽ മതി കേട്ടോ. പിന്നെ സാധനങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സേഫ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സേഫ് അല്ല, ഒരിക്കലും സേഫ് അല്ല. ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിക്കാൻ അറിയില്ല, അവർ ഉത്തരവാദിത്തം ഏക്കിയില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ കേസ് ഫ്രീ സ്റ്റേ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഇവിടെ കിടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിനേക്കാളും എത്രയും ബെറ്ററാണ് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കിടക്കണത് കേട്ടോ. പിന്നെ കുറേ ആളുകൾ വന്ന് ടെൻ്റ് അടിക്കാണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേണമെങ്കിൽ ടെൻ്റ് അടിക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ഘാട്ടിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു സംഭവമുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം ബോട്ട് കാര്യങ്ങളൊക്കെ നിർത്തി കിട്ടണം കേട്ടോ. അവിടെ വേണമെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാം കേട്ടോ, കുഴപ്പമില്ല. എന്താ ഇത് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്താ നമ്മളെ ഇപ്പോൾ പോണത് റൂമിലേക്കല്ല കേട്ടോ, നമ്മുടെ സൈക്കിൾ എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ റൂമിലേക്ക് പോയായിരുന്നു, പോയിട്ട് അപ്പോൾ തന്നെ പോകുന്നു. വീഡിയോ എടുക്കാമെന്നില്ല, സൈക്കിൾ എടുത്തിട്ട് അവരുടെ റൂമിലേക്ക് വരാമെന്ന് വെച്ചാൽ. ഇപ്പോൾ അധികം തിരക്കില്ലാട്ടെ ഈ റോഡിലൊന്നും, അല്ലെങ്കിൽ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ സൈക്കിൾ വെച്ച് അവിടെ എത്തിയേട്ടാ. ഈ ഒരു ഗല്ലിയിലാണ് നമ്മുടെ സൈക്കിൾ വെച്ചേക്കണം. ഇവിടെ ഏതൊരു വാതിലാണ് കേട്ടോ. അതേ ഇരിക്കണം നമ്മുടെ സൈക്കിള്. നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ അവരുടെ സൈക്കിളിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാ. അപ്പോൾ ഇതിൽ ഒരാൾ ഉറങ്ങണേണ്, ഒരാൾ പുറത്തേക്ക് പോയേക്കണേട്ടാ. നമ്മളങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടാ. അവിടെ 3 സൈക്കിളുണ്ട്. എൻ്റെ സൈക്കിളുണ്ട്, നമ്മുടെ ബാക്കി 2 പേരുടെ സൈക്കിളുണ്ട് കേട്ടോ. ഫുഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കണേ. അപ്പോൾ ഇവിടെ കറി സെറ്റായിക്കൊണ്ടിരിക്കണേ കേട്ടാ. കറിയുണ്ട്, പിന്നെ ചോറ് സെറ്റായി. കാരണം ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. നമ്മുടെ ഹോട്ടലാണിത് താമസിക്കണം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാട്ടാ. കാരണം ഇവരുടെ പോണം, ഇവരാണ് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നേട്ടാ. അപ്പോൾ നമ്മുടെ ഫുഡ് സെറ്റ് ആയിട്ടാ. അപ്പം ഞങ്ങളെല്ലാവരും കഴിച്ചു തുടങ്ങി. ഹായ് ബ്രോ കഴിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ചോറ് കറിയുണ്ട്, പിന്നെ അച്ചാറുണ്ട് കേട്ടാ. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ എല്ലാ ദിവസങ്ങളിലും നല്ല തിരക്ക് കാര്യങ്ങളുണ്ട്. ഇവിടെ ചായക്കടയും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. അതില്ലേ വണ്ടിക്കൊക്കെ ലഗേജൊക്കെ ആയിട്ട് ആളുകൾ ഒരുപാട് വന്നേക്കണം. കുറേ ഒരു മാസമൊക്കെ നിൽക്കാൻ വേണ്ടിയാണ് ആളുകൾ വന്നേക്കണം. ഇവിടേക്ക് എല്ലായിടത്തും മുട്ടിന് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
നമ്മൾ മെയിനായിട്ട് സാധനങ്ങൾ മേടിക്കുന്ന കടയാണ്. ഏകദേശം ഇപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ദിവസമായിട്ട് ഇവർ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അതിന് താമസത്തിൻ്റെ കാര്യങ്ങളൊക്കെ, കാരണം നമ്മുടെ അധികം ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കടയുണ്ട്. നമ്മൾ എല്ലാ ദിവസവും സാധനങ്ങൾ മേടിക്കണം. എന്തായാലും ഇവിടെ സാധനങ്ങളൊക്കെ മേടിക്കാം. ഒരു ചെറിയൊരു ടെമ്പിൾ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ കാണണം. അങ്ങനെ നമ്മളെ പോണ വഴിക്ക് കഴിക്കാനും ഫുഡൊക്കെ ഉണ്ടാക്കാനും കുറച്ച് സാധനങ്ങൾ മേടിച്ചു തന്നിട്ടാ. ശരിക്കും ഇവർ രണ്ടുപേരും കൂടെ ഏട്ടാ മേടിച്ചു തന്നാൽ ഭയങ്കര സന്തോഷമുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ഫുള്ള് മറ്റേ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, പലതരം ഉണ്ട്. ഈ കാണാനായിട്ട് നമ്മൾ മെയിനായിട്ട് ചായ കുടിക്കുന്ന സ്പോട്ട്. നമ്മളൊരു ചായ കുടിച്ചാൽ ഓൾറെഡി ഇവിടുന്ന്. പിന്നെ ഇവിടെ ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേട്ടാ. ബാഗ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ കിടന്ന് ഉറങ്ങണേട്ടാ, ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്തായാലും ഇനി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആളോട് യാത്രയൊക്കെ പറഞ്ഞു. ഇപ്പോൾ താങ്ക് യു. हम दोनों 5 दिन इधर रुके हैं. मेरा भी थोड़ा सैड हो रहा, इसलिए हम दोनों ट्रैवलर चलता ट्रैवलिंग में ऐसा ऐसा चलता. तो कभी से ना मेरा फोन करो. श्योर तो और क्या भी हेल्प होता है भाई. श्योर आप बहुत हेल्प है. हाँ, अभी तक बोलते था तू आज मेरे पास है, कल तुम्हारे पास रहता तो मेरे देता. श्योर बॉस, वही वो भी है. താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ നമ്മൾ ഇറങ്ങണേട്ടാ. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ, കാരണം ഒരുപാട് ദിവസം ഇവരുടെ നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം എന്തായാലും ഒക്കെ ഇവിടുന്ന് ഇറങ്ങാട്ടാ. നമ്മൾ ആരോട് യാത്ര പറഞ്ഞിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തട്ടാ. കണ്ടില്ലേ, വണ്ടിക്ക് അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ടാവും. കാരണം ക്യാമറ എടുക്കാൻ പറ്റില്ല, തള്ളിക്കൊണ്ടെന്നൊക്കെ വന്നത്. കാരണം ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുത്തിട്ട് പോകണ്ടേ. അപ്പോൾ അതാണ്ടാ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ ബീഹാർ, അവിടെ നിന്ന് ആസാം, അങ്ങനെയാണ് നമ്മൾ യാത്ര. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ. കാറ്റടിക്കാൻ വേണ്ടി നമ്മൾ ഇതും കൂടി ഇട്ടേക്കണം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ സൈക്കിള് ശരിയാക്കി എന്ന് പറഞ്ഞില്ലേ, അത് പിന്നെ പണി കിട്ടിയെന്ന് തോന്നണ്ടാ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറ്റുമ്പോൾ കള്ളം വീഴേണ്ട ഇടയ്ക്കിടയ്ക്ക് പണിയാണത്. അല്ലേ, നമുക്ക് നോക്കാട്ടാ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലാണ്ട ലോഡ് വെച്ചേക്കണം. ടെൻറ്റും ആ ചെറിയ ബാഗും വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഈ ഒരു വലിയ ബാഗ് ബാക്കിൽ വെച്ചിട്ടാണ്. ഈ ഒരു ചെറിയ ബാഗിനടുത്ത് ബാക്കിൽ വെച്ചിട്ട് ഒരു റോപ്പും കൂടെ മേടിക്കാണ്ട് കേട്ടോ. ഫിക്സ് ആയിട്ടില്ല, എന്തായാലും സെറ്റാക്കണം. അതാകുമ്പോൾ ഈ ഒരു ലോഡ് എടുത്ത് ഫ്രണ്ട് വെക്കാമല്ലോ. അപ്പോൾ സെറ്റാവും. ഇപ്പോൾ നോക്കണം, എന്തായാലും പോകുന്നെങ്കിൽ മേടിക്കാട്ടോ. പക്ഷേ നല്ല തിരക്കുള്ള റോഡാണ്ടാ. ഈ ഒരു ടൈമായിട്ട് ഇത്രയും കുറഞ്ഞത്. നമ്മളെ വന്നോയ്ക്ക് ഒരു പാലം കിട്ടിയേട്ടാ. ഈ ഒരു ബ്രിഡ്ജ് കയറി വേണം. ഇപ്പോഴത്തെ നമ്മുടെ ഗംഗാ റിവർ ഒഴിക്കണ്ട കേട്ടോ. അടിപൊളിയാണ്ട കാണാൻ വേണ്ടി. പിന്നെ ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം ഉള്ളൂ എന്ന് തോന്നാട്ടോ ബോർഡറിലേക്ക്. ഈ ഒരു വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടേ കുറച്ച് പണിയാണ് ഒറ്റ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ. ഒന്ന് സെറ്റാക്കണം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എവിടെ പോയിട്ട് ഒന്ന് സെറ്റാക്കാട്ടോ, അല്ലെങ്കിൽ നടപടി ആവില്ല. ഇല്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് കുറേ പോകുന്നുണ്ടാ. പോണ വഴിക്ക് ഒരു ചായക്ക് നമ്മളൊരാൾ ഇൻവൈറ്റ് ചെയ്ത്. അല്ലേ, ചായ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ഹൈവേ കൂടെ ആയിരുന്നിട്ട് പോകണം. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഭയ്യ ഹായ്, आपका नाम क्या है? नाम क्या है आपका? मेरा नाम पप्पू कुमार. मैं यूपी के वाराणसी के नज़दीक चंदौली ज़िला से हूँ. चंदौली ज़िला में. अच्छा. आई भैया, आपका नाम क्या है? मेरा नाम योगेंद्र बिंद. मैं चकिया के चंदौली से हूँ. चंदौली के चकिया से, वाराणसी ज़िला के नज़दीक. अच्छा. मैं यहाँ छोटे से दुकान चला. आपका ये दुकान. अच्छा. ആ പുള്ളിയുടെ കടയുണ്ട്. അപ്പോൾ പുള്ളി നമ്മൾ പോകണമെങ്കിൽ ചായക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. താങ്ക് യു ഭയ്യ. क्या है? ये मेरी बाबा विश्वनाथ. हाँ, ओ ये आपका इनको काम है आपको? उसमें डीएम पड़ता है. अच्छा. ആൾക്ക് ഇതിൻ്റെ പണിയുണ്ടെന്ന് പറയുന്നത്. ഈ ഒരു ഇതില്ലേ ബോട്ട്, ഈ ഇതില്ലേ ടാങ്ക്, അതിൻ്റെ പരിപാടി ഉണ്ടോ പുള്ളിക്ക്. വെള്ളത്തിൻ്റെ ഇതാണ്ടാ. പിന്നെ അത് ഇവിടെ സോളാർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ടാണ്ടാ പോകുന്നത്. ഞാൻ ഓൾറെഡി പോകണ വഴിക്കാറ്. പുള്ളി എന്നോട് പറയുമ്പോൾ അവർ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എന്താ അന്തരീക്ഷം കണ്ടില്ല, ഫുള്ള് ഇങ്ങനെ കോട വന്നിരിക്കണ പോലത്തെ ഒരു അന്തരീക്ഷം കേട്ടോ. അപ്പോൾ എന്തായാലും ചായ കുടിച്ച് ടാങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാട്ടാ. നമ്മളങ്ങനെ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇനിയിപ്പോൾ പോണ റൂട്ടാണ് ഇത്. ഇതാണ് നമ്മുടെ ബാഗിൻ്റെ സൈക്കിളിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 12 മണിയായി. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല കാലാവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു മഴ പെയ്യുമെന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും ബീഹാർ ബോർഡറിൽ നിന്ന് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലല്ലോ ഇപ്പോഴത്തെ ഇത് ഞാൻ മാറ്റിയിട്ടാ, ബാക്കിലാക്കി. ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് ബാക്കിൽ കെട്ടിയിട്ടാ. ലോഡ് ഭയങ്കര കൂടുതലാണ് ഫ്രണ്ടിൽ വന്നാൽ. അപ്പം ഞാൻ തൽക്കാലം ഫ്രണ്ടിൽ ഒരു ടെൻറ്റ് മാത്രം വെച്ചിട്ട് ആ ബാക്കിൽ ബാഗ് ഒരെണ്ണം വെച്ചിട്ടാ. അതുപോലെ തന്നെ അടിപൊളി കാഴ്ചയുണ്ട് ഈ റൂട്ടിൽ.
ഭക്ഷണമൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. വന്ന വഴിക്ക് ആ പയ്യ ബിസ്ക്കറ്റും ചായയും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ തന്നിട്ട് അത് കഴിച്ച്. ഇപ്പോൾ പോകണമെങ്കിൽ കഴിക്കണം. ഇപ്പോൾ ഏകദേശം 2 മണി ആറായിട്ടാണ്. അവിടേക്ക് എന്തോ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. കോളേജാണ് സ്കൂൾ എന്തോ ആണ് തോന്നുന്നത്. ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു റൂട്ടിൽ നെല്ലിൻ്റെ കുറേ ഇതുണ്ട് കേട്ടോ, ഫാക്ടറി. അതായത് ഇവർ ഇവിടെ പാടങ്ങളിൽ നിന്ന് നെല്ല് കാര്യങ്ങളൊക്കെ ശേഖരിച്ച് ഇവിടെ വന്നിട്ടാണ് ആറ്റിയെടുക്കണം. ഇതൊക്കെ ഫുള്ള് ഇതിൻ്റെ ആണ്, ഫാക്ടറിയാണ്. ഇഷ്ടംമാതിരി നെല്ല് കൃഷി ഉണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ. പക്ഷെ നമ്മളെ വന്നവയ്ക്ക് 2 പേരെ കണ്ടുപിടിയാട്ടാ. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തരാം. ഹായ് ഹായ് भैया, आपका नाम क्या है? मेरा नाम युवराज पंडित है भैया. युवराज पंडित. आपका नाम? सारो सिंह. ओ, आप लोग किधर का है? हम लोग बनारस से हैं. बनारस का. वो इधर से किधर जाएगा? इधर बस आगे जा रहे हैं, सैयद राजा. अच्छा अच्छा अच्छा. फिर यहाँ से जाना है तो यूट्यूब पे हमारा भी चैनल है ना, इंस्टाग्राम वीडियो बनाते हैं. अच्छा. तो यहाँ थाने पे गाय बंद है. अच्छा, आपका यूट्यूब का? मैं यूट्यूब को मैं प्रमोट नहीं करूँगा. मैं अच्छा. यहाँ जा रहा हूँ, वहाँ से थाने से वीडियो लेके इंस्टाग्राम पे डालना है. अच्छा अच्छा. गाय सब कटती है यहाँ पे ना. अच्छा, उधर क्या है? थाना है. थाना मतलब? സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ പോകണില്ലാണ്ട് ഇവരെ കണ്ടത്. എന്തായാലും കണ്ടതിന് സന്തോഷം. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര കുറേ നേരം സംസാരിച്ചത്. എന്തായാലും കണ്ടതിന് സന്തോഷം. പയ്യെ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ബീഹാറിൻ്റെ ബോർഡർ കേട്ടോ. ഇതാണ്ടാ ബീഹാറിൻ്റെ ബോർഡർ. ഇങ്ങനെ കയറി ബോർഡർ എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഫെൻസിങ് മാത്രമേ ഇങ്ങനെ മാപ്പിൽ കാണിക്കുള്ളൂ. അല്ലാണ്ട് വേറെ അങ്ങനെ ബോർഡറിൻ്റെ ഇതൊന്നുമില്ല. ഇപ്പോൾ ഉള്ളത് ബീഹാറിലാണ് കേട്ടോ. അല്ലേ, ഇവിടെ ഇഷ്ടംമാതിരി വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി പോകണം വഴിക്ക് ചെക്ക് പോസ്റ്റ് കാര്യങ്ങളുണ്ടെന്നാണ് തോന്നണം. പിടുത്തൂല കേട്ടോ. കാലാവസ്ഥ നോക്കി ഇപ്പോൾ ഒരു 5 മണി 6 4:45 നല്ല തണുപ്പുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. അല്ലേ, നമ്മളൊരു മൂന്നാറൊക്കെ വന്നൊരു ഫീലാണ് കേട്ടോ കണ്ടിട്ട് തോന്നണം. എനിക്ക് അങ്ങനത്തെ ഫീലാണ് കേട്ടോ. ഇവിടെയൊക്കെ നെൽകൃഷി പറഞ്ഞിട്ടാ. ഇത് വിളവ് കഴിഞ്ഞിട്ടുള്ള ഇതാണ്ട ഈ കാണണ. പിന്നെ അതേപോലെ തന്നെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല് അടിക്കണ്ട കേട്ടോ. ഇവിടെ എവിടെയോ പ്ലാസ്റ്റിക് കത്തിക്കണ്ടെന്ന് ഭയങ്കര സ്മെല്ലുണ്ട്. നമുക്ക് അങ്ങനെ ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലം കിട്ടിയിട്ടാ. ഇപ്പോൾ ബീഹാറിലാണുള്ളത്. ഇതേ ഇവിടെ ഉണ്ട് ടെൻ്റ് അടിച്ചേക്കണ. സൈക്കിള് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ അതേ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കണേട്ടാ. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ അടിച്ചോളാൻ പറഞ്ഞു. ഇപ്പം പമ്പിലൊക്കെ അടിക്കാൻ നോക്കി, പക്ഷെ അവർ സമ്മതിച്ചില്ല. കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണോണ്ടേ അവർ പമ്പിൽ കുറച്ച് പ്രശ്നമെന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ചില്ല. അപ്പോൾ ഇങ്ങനെ വീടുകളിൽ അടിച്ചേട്ടാ. നമ്മളിത് ഇവിടെ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോയ കാണിച്ചു തരാം ജസ്റ്റ്. ഇതാണ്ടോ സോയ സെറ്റായിക്കൊണ്ടിരിക്കണേ. കുറച്ച് കൂടിപ്പോയിട്ടാ, സാരം കൂടിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുക. ഒരു ട്രൈ ആണ്. ഉണ്ടാക്കി കാണിച്ചു തരാട്ടാ. അത് കഴിഞ്ഞിട്ട് ചോറ് ഉണ്ടാക്കണം. എൻ്റെ പാത്രം മിസ്സായതുകൊണ്ടേ അല്ലെങ്കിൽ ഞാൻ ചോറ് ഉണ്ടാക്കിയത് പാത്രം മിസ്സായിപ്പോയി, പ്ലേറ്റ്. അതായത് നമ്മുടെ ആ റൂമിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സോയ റെഡി ആയിട്ടാ. അപ്പോഴത്തേക്കും ഇവിടുത്തെ പയ്യ നമുക്ക് ചപ്പാത്തി കൊണ്ടുവന്നിട്ടാ. ചപ്പാത്തി ഒരു ചട്നി ഉണ്ട്. ഇതാണ് കേട്ടോ സോയ. സെറ്റായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പുള്ളിക്കും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തട്ടാ. പുള്ളിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഹായ് ഹായ് കറോ ഹായ്. അപ്പോൾ ഇവരാണ്ട് നമ്മളെ എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ ചോറുണ്ടാക്കണേ. നമ്മൾ നേപ്പാളി റൈസാണ് ഉണ്ടാക്കണം. ഇതൊരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഫ്ലാഷ് അടിച്ച് വെച്ചിട്ടാണ് ഇതാക്കണം. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കണ്ടില്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പണിയാവും. ഓ, ഫോൺ താഴെ പോയി കണ്ടില്ലേ. ചോറ് സെറ്റായിട്ടുണ്ട്. വെള്ളം ഫുള്ള് ഞാൻ കുറച്ച് കോരിക്കാനുണ്ട്. വെള്ളം കൂടിപ്പോയി. അപ്പോൾ എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാ. എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ക്യാമറയിൽ ചാർജ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്തായാലും അടുത്ത ദിവസമായിട്ട് അടുത്ത കിട്ടില്ല വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വന്നേട്ടാ. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വന്നേട്ടാ.